അപ്പോൾ ഗൈസ് നമ്മുടെ ജംഷിക്ക് ഇന്ന് മുതൽ എലക്ഷൻ ഡ്യൂട്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചെലവിന് കോഴിക്കോട് പോകുക അല്ലേ ജംഷിയെ? കോഴിക്കോട് പോവാണ് ഗൈസ്. ജംഷി വലിയ പുള്ളിയാണ്, ജംഷി പൊന്നാണ്, കരളിൻ്റെ കരളാണ്. ഇപ്പൊ നമ്മള് ജംഷിന്റെ നാട്ടിൽ കൂടെയാണ് ജംഷിന്റെ ചെലവിന് പോണത്. എല്ലാം ജംഷിന്റെ നാടാണ്. അതെ, അവനോട് ഇലക്ഷന് നിക്കണമെന്ന് പറഞ്ഞീനി, പക്ഷെ ഓൻ വേണ്ടായിരുന്നില്ലേ? ഇടും. ഇതാണ് ജംഷി. ജംഷിനെ കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതാണ് ജംഷി. അങ്ങനെ നമ്മള് ഇതാ മാങ്കാവ് എത്തിയിട്ടുണ്ട്. മാങ്കാവ് നമ്മൾ നേരെയല്ല, ഇങ്ങോട്ടാണ്. ഇതാണ് ജംഷിന്റെ ചെലവ്. ഇന്ന് ഇവിടുന്നാണ്. ജംഷിനെ പോലീസിൽ എടുത്തിട്ടുണ്ട്. അതെ അതെ അതെ, ജംഷിനെ പോലീസിൽ എടുത്തേക്കണേ. ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോലീസിന്റെ ഡ്യൂട്ടിയിൽ ഇന്ന് ഒപ്പിട്ട് പോകുന്നതാണ്. ജംഷി പലപ്പോഴായിട്ട് പല വിധത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. ചില മാസങ്ങളിൽ ദിവസേന പോയി ഒപ്പിടുന്ന ചടങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഒരു വർക്കിന്റെ റിലേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ വർക്കിന്റെ റിലേറ്റ് ആയിട്ട് എന്താ, അതെ 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 അങ്ങനെ റിലേറ്റ് ആയിട്ട് അതായിട്ട് ഒന്ന് ഒപ്പിട്ട് പോകുന്നത്. അപ്പോൾ അതെ, ചേച്ചി ഇങ്ങോട്ട് നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതെ, നമ്മൾ കയറിയോടത്തുനിന്ന് കറങ്ങിയിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പോസ്റ്റ് പോസ്റ്റ് ചെയ്ത് മാറി നിനക്കെന്താ ചെവി കേട്ടോടാ. ഏതായാലേ ഇതാ. അപ്പോൾ ഇന്നത്തെ ചായ അപ്പൊ ഗൈസ്, നമ്മൾ ചായ കുടിക്കാൻ ചായക്കുള്ള സ്നാക്സ് വാങ്ങണം. കാര്യമായിട്ട് എന്തോ നോക്കുന്നുണ്ട് ഗൈസ്. എന്തെങ്കിലും കിട്ടിയോ ചായക്ക്? ഇല്ല, ചായക്ക് ഗുമ്മുള്ളൊന്നും കിട്ടിയില്ല. ഗൈസ്, നമുക്ക് പഞ്ചാബി ചിക്കൻ സമൂസ വാങ്ങാം. പഞ്ചാബിൽ നിന്നുള്ള ഇറക്കുമതിയാണ്. നമ്മള് പിന്നെ വെറൈറ്റി അത്രേ ഉള്ളൂ. എന്ത് പറ്റി? പഞ്ചാബി സമൂസ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ചിക്കനാണ് വെജാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ചിക്കൻ എന്ന് പറഞ്ഞപ്പോ അയാൾ പഞ്ചാബി സമൂസ ഒരു സാധനം പറഞ്ഞപ്പോ രണ്ട് സാധനം തന്നിട്ടുണ്ട്. അപ്പോ നല്ലൊരു മുതൽക്കൂട്ടാണ് യൂസഫ് കാക്ക് മൂപ്പര്. അപ്പൊ ഗൈസ്, നമ്മള് ചായ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇഷ്ടപ്പെട്ടു കുട്ടിയെ, പക്ഷെ പോരാ, ചായ ശരിയാണോ? ചായക്കുള്ള കടി, റോൾസ് എല്ലാം റെഡി. ചിക്കൻ കാണാല്ലേ ഗൈസ്? എന്ത് തോന്നുന്നു? ചിക്കൻ കിട്ടിയോ? പയമ്പരണ്ട്, പയമ്പരയില് പയമുണ്ടെന്ന്. ലൈൻ കട്ട് ചെയ്യാൻ നോക്കുന്ന ലൈൻമാൻ. നമുക്ക് ലിപ്സ്റ്റിക്ക് നോക്കാം ഗൈസ്. ചേട്ടൻ എടുത്തരാ പറഞ്ഞല്ലേ ചേട്ടാ? അതെ അതെ. ആശാൻ എടുക്കാൻ വേണ്ടി വന്നതാ. ആശാൻ അവിടെ ഇവിടെയൊക്കെ തപ്പിട്ട് കിടക്കുന്നത്.
പുതിയ പുതിയ ടീഷർട്ട് വാങ്ങിയിട്ട് അതപ്പം തന്നെ ഇട്ട് നടക്കുന്നതാ. ഹൈപ്പർ മാർക്കറ്റിൽ കയറാതെ ഇട്ട് നടക്കുന്ന ഒരു കുട്ടി. അതെ അതെ അതെ, നേരത്തെ പോയപ്പോ വേറെ കോസ്റ്റ്യൂം, ഇനി വേറെ കോസ്റ്റ്യൂമിൽ ചെല്ലാന്ന്. ഹൈപ്പർ മാർക്കറ്റ് വന്ന ഓരോ സാധനം നോക്കുന്നിടയിൽ ഒരാൾ നോക്കുന്നത് തലവേദന എങ്ങനെ പമ്പ കിടക്കാം. എന്താണ് കഷ്ടപ്പാടാണ്. പിടിച്ച് ഇത് ഒരാള് ടൈഗർ ബാമാണ്. ടൈഗർ ബാം തലവേദനയാണ്. തലവേദന, ജീവിതം മൊത്തം തലവേദനയാണെന്ന് പറഞ്ഞ് അതുകൊണ്ട് 2 കുപ്പി ടൈഗർ ബാം. പ്രായമായി ഉള്ള എല്ലാ അസുഖവും കാണിക്കുന്നുണ്ട്. മുട്ടുവേദനയും തലവേദനയും ഒക്കെ കൂട്ടി കാണിക്കുന്നു. ഒടിച്ചോ? ോ ടീഷർട്ട് എവിടെ അവിടെ രസമുണ്ടോ? മുതല് സാധനം ആരെടുത്തേ? ഞാൻ കാണുന്ന ടീഷർട്ട് ഇവിടെ ഉണ്ട്. എന്റെ കണ്ണുണ്ടോ? ഇവിടെ ഉണ്ട്. നമ്മളെപ്പോഴും ഉദ്ഘാടനം ചെയ്യണം. ഇനി നമ്മളെ കാറ് ഇവിടെ വെച്ചേ. നമ്മളെ കാർ കേറിനോടത്ത് വെച്ചിന്. അതെ, ജംഷിക്ക് ഭയങ്കര വിരോധമുണ്ട് യൂസഫ് ഖാനോട്. എന്തേന് വിരോധം എന്തേന്? അവിടെ കാണുന്ന ഇന്റർലോക്ക് കണ്ടോ? അത് 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 എവിടുന്ന് ഐഡിയ കിട്ടിയെന്നാണ് പുതിയ ജംഷിന്റെ വീട്ടില് ആദ്യ കല്യാണേ. ഇന്നലെ വന്നപ്പോ നോക്കിയ ചെക്കല്ലേ. എന്നാലും യൂസഫ്ക്ക് എന്നാലും വീട്ടിക്ക് വിളിച്ചപ്പോ കല്ല് ഇന്റർലോക്കിന്റെ മോഡല് കോപ്പിടിക്കുന്നുള്ളത് എഴുതിയില്ല. നോക്കാം. അതെ അതെ അതെ. നമ്മള് ഇവിടുന്ന് യൂസഫ് ഖാന്റെ കടയിൽ നിന്ന് പോവാണ്. എന്താണ് എന്താ പറഞ്ഞാല് കയറ്റില്ലാന്നോ? ഏജ് ഓവറാണ് പറഞ്ഞിട്ടുണ്ടാവും. 30+ പിന്നെന്താ? ഭർത്താവ് കയറാൻ ഞാൻ ഇവിടുന്ന് എന്നോട് കേറിക്കോ പറഞ്ഞാലും അവിടെ വണ്ടി ചെന്ന് കേറാൻ പറ്റുമോ? അതെ അതെ, യന്ത്രൂഞ്ഞാലും കയറ്റില്ല. അങ്ങോട്ട് എത്തിയിട്ടില്ലല്ലോ. അതന്നെ ശരി. ഗൈസ്, യുവർ ഫ്രണ്ട് ചീറ്റിംഗ്. ഓളെ റൂംമേറ്റ് ഒരു മെഹന്തി ആർട്ടിസ്റ്റ്. എന്നിട്ട് ഓളെ കയ്യിൽ നിന്ന് പോലും ഇടാതെ ഇവിടെ വന്നിട്ടാണ് ഇടുന്നത്. ചീറ്റിംഗ്. മസാല കല്ലുമ്മക്കായ ഓളോടെ മെഹന്തിന്റെ അവിടെ ഇട്ടാണ്ട് ഞങ്ങള് പോന്നതാ. കാമ്പ് തോടുമല് ഉണ്ട്. സേഫാ. അയ്യോ, മാനുഫാക്ചർ ഡിഫക്റ്റ് ആണ് ഗൈസ്. കാമ്പ് തോടുമൽ അതാക്കി എടുക്കേണ്ടി വരും. എന്റെ മസാല മാത്രം വാവ് അടിപൊളിയാണെന്നാണ് ആ മുഖം പറയുന്നത്. എന്താണ് കൈമലത്താ അവിടെ? അതെ നമ്മളെന്തായാലും ഇടും. ഓട്ടോറിക്ഷ, കാറ്, ജീപ്പ്, ബൈക്ക് ഒക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതെ
നമ്മളെ നല്ല നല്ല മോഡിഫൈഡ് വണ്ടികളൊക്കെ കൈമ വരണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ഇങ്ങനത്തെ നമ്മൾ എടുക്കൂല, ഇത് ഇവിടെ കോണ്ടാക്ട് ചെയ്യാം. ബീച്ചിക്ക് വരാം. ഓക്കെ ഓക്കെ, ബൈ ബൈ. നഗര കാഴ്ചകൾ മുകളിൽ ഇരുന്ന് കാണുവാൻ ആ ബസ്സിൽ പോവാ. ഈ ഫാൻസുകാരെ കൊണ്ട് പിള്ളേര് മേലുള്ളവര്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് യാത്ര പോയത് നമ്മള് സത്താർ ബക്സും ഉണ്ട്, അതേപോലെ ഭാരഗണവും ഉണ്ട്.